മാന്യസദസ്സിന് വന്ദനം. എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം ഗുരുഭക്തി എന്നതാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനത്തിലാണ് നമ്മൾ അധ്യാപക ദിനമായി ആചരിക്കുന്നതെന്ന്. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു അധ്യാപകൻ തന്നെയായിരുന്നു. അതിനാൽ തന്നെയാണ് സെപ്റ്റംബർ 5-ാം തീയതി നമ്മൾ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. നമ്മൾ അധ്യാപക ദിനത്തിൽ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അതിൻ്റെ പേരിൽ പല വചനങ്ങളും രചിച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന്, ഈശ്വരനും ഗുരുവും എൻ്റെ മുമ്പിൽ ആദ്യം വന്നാൽ ഞാൻ ഗുരുവിനെയാണ് ആദ്യം തൊഴുക എന്ന്. അത് വളരെയധികം സത്യം തന്നെയാണ്. ഈശ്വരന്റെ അടുത്തോട്ട് നമ്മുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു വിടുന്നത് അധ്യാപകർ, ഗുരുക്കൾ തന്നെയാണ്. അതിനാൽ തന്നെ അവരെയാണ് ആദ്യം തൊഴേണ്ടതും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മാതാപിതാ ഗുരു ദൈവം എന്നത്. മാതാവും പിതാവും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രശസ്ത ആവശ്യമായ ഗുരുക്കൾ തന്നെയാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ദൈവം എന്നതും. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ മറ്റുള്ളവരുടെ പ്രകാശത്തിനു വേണ്ടി സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരിയെ പോലെയാണ് അധ്യാപകർ. അതത്ര സത്യമാണല്ലേ? നമ്മൾ നോക്കുകയാണെങ്കിൽ തൻ്റെ മരണം വരെ തൻ്റെ കുട്ടികളെ നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവരാണ് പല അധ്യാപകരെയും നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. അതിനാൽ തന്നെ അവർ ജീവിത വിജയം കരസ്ഥമാക്കുന്നുമുണ്ട്. അത് നമുക്ക് കാണാനും കഴിയുന്നത് തന്നെയാണ്. പിന്നീടുള്ളതാണ് അധ്യാപകർ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കുട്ടികളുടെ എല്ലാ കാര്യത്തിലും വളരെയധികം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അധ്യാപകർ എന്ന് പറയുന്നത്. കാരണം ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് അധ്യാപകരിലൂടെ തന്നെയാണെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. കാരണം ചെറുപ്പത്തിൽ ഒരു കുട്ടിയെ നല്ലവണ്ണം പഠിപ്പിച്ചില്ല എങ്കിൽ ആ കുട്ടി ഒരു നിലയിലും എത്തുകയില്ല. അങ്ങനെ ആ രാജ്യത്തിന്റെ വികസനവും നടക്കുകയുമില്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല പഠനം ലഭിച്ചു ഒക്കെ നല്ല പഠനം കൊടുത്ത് നല്ല കുട്ടികളാവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വികസനം നല്ലവണ്ണം കൂടുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല അധ്യാപകരെ വാർത്തെടുക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അങ്ങനെ നല്ല അധ്യാപകർ വളർന്നാൽ മാത്രമേ നമ്മുടെ രാജ്യവും വികസിക്കുകയുള്ളൂ. രാജ്യവികസനത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് അധ്യാപകർ തന്നെയാണ്. നമുക്കറിയാമല്ലോ, അരിസ്റ്റോട്ടലിന്റെ വലിയൊരു വാചകമുണ്ട്. രക്ഷിതാക്കൾ നമ്മളെ ജനിപ്പിച്ചു വിടുന്നു, നമ്മളെ ജീവിപ്പിക്കുന്നു. അധ്യാപകർ നമ്മുടെ ജീവിക്കാൻ എങ്ങനെ പഠിപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അധ്യാപകർക്ക് തന്നെയാണ്. പക്ഷെ അങ്ങനെ പറയാൻ കഴിയില്ല. മാതാപിതാക്കളും ഗുരുക്കളും ദൈവങ്ങളും ഒക്കെ നമുക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടത് ഒന്ന് തന്നെയാണ്. ഗുരുക്കളുടെ പ്രാധാന്യം വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെയാണ് പല കുട്ടികളും ആ ഗുരുക്കളെ നല്ലവണ്ണം ബഹുമാനിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ നല്ല ജീവിത വിജയം കരസ്ഥമാക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും ഗുരുക്കളോട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറുപ്പത്തിലെ നമ്മൾ വഴക്ക് പറഞ്ഞതും, ഇപ്പോൾ അധ്യാപകർ നമ്മളെ അടിച്ചതും വഴക്ക് പറഞ്ഞതും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെയധികം ദേഷ്യമുണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ്. അവർ അധ്യാപകരെ കൊല്ലാനും ഒക്കെ വളരെയധികം കൂടുതൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കാലത്ത്. അത് വളരെയധികം തെറ്റ് തന്നെയാണ്. കാരണം ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഗുരുക്കളെ നോവിക്കുകയോ മനസ്സുകൊണ്ടോ നോവിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അവർ നരകത്തിലോട്ടേ പോവുകയുള്ളൂ എന്ന്. അത്രമാത്രം വിലയുള്ളവരാണ് ഗുരുക്കൾ എന്ന് പറയുന്നത്. അവരെ ഒരിക്കലും മനസ്സുകൊണ്ട് പോലും നോവിപ്പിക്കാൻ പാടില്ല. അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. അത് മനസ്സിലാക്കി വേണം നമ്മൾ മുൻപോട്ട് പോകുവാൻ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു തലമുറയെ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മൾ അധ്യാപകരെ കൂടുതൽ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം വലിയ ജീവിത വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ഒരു സംശയവും വേണ്ട. എന്തായാലും കരസ്ഥമാക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.